അടുത്തതായിട്ട് ഇവിടുത്തെ കാറ്ററിംഗിൽ വളരെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്താണ് വേണ്ടത്? ചിക്കൻ വേണം. പിന്നെ ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഏതാണ്ട് ഒരു 1 കിലോ ചിക്കനൊക്കെ ഉണ്ട്. ഇതിന് കണക്കൊന്നുമില്ല എന്നാലും പറയാം. ഉപ്പും ചൊറുക്കയും മഞ്ഞളും ഇട്ടിട്ട് പരട്ടി വെച്ചേക്കുന്നതാണിത്. ഇനിയിപ്പോൾ ഇതിലേക്ക് എത്ര സമയം വെക്കണം? അങ്ങനെയൊക്കെ ഇത് ഞങ്ങൾ സാധാരണ അവിടെ ചെയ്യുമ്പോൾ തലേദിവസം രാത്രി ഉപ്പും ചൊറുക്കയൊക്കെ പരട്ടി വെക്കും. രാവിലെ തന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ ഒരു 1 മണിക്കൂറൊക്കെ ഉണ്ടായാൽ നല്ലത്. ഇത് കഴിഞ്ഞാൽ പരട്ടി വെച്ചു. ഇനി അതിലേക്ക് ഇവിടെ ചീഞ്ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് വെക്കാം നമുക്ക്, എന്നിട്ട് പരട്ടാം. ഇരുമ്പിന്റെ വലിയ ചീഞ്ചട്ടിയാണ് വെച്ചിട്ടുള്ള ഈ അടുപ്പിൽ കേട്ടാ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ല, ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് കേട്ടാ. ഇത് വെളിച്ചെണ്ണയിലും ചെയ്യാൻ പാടും? വെളിച്ചെണ്ണയിലും ചെയ്യാം. ഞങ്ങൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ അവിടെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ശ്രദ്ധ ഒന്ന് വറക്കണ സമയത്ത്, കോഴി വറക്കണ സമയത്ത് മാറിപ്പോയാൽ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡാവും കോഴി. ഇതല്ല ഇപ്പോൾ ഞങ്ങൾ മിക്കതും ഉള്ളി ചിക്കനൊക്കെ ശരി ഇതിലാണ് ചെയ്യുക. ഇതിൽ ബാക്കിയുള്ള ഒരുവിധം കോഴിയുടെ ഐറ്റംസ് ഒക്കെ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുക. അപ്പോൾ അത് ഇത്തിരി മുറുക്കത്തിനൊരു കുറവുണ്ട്. പുറത്തേക്ക് കൊടുക്കണായ കാരണം വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടമുള്ള ഇതിൽ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇടുന്നു. വറക്കാൻ നേരത്തെ ഇട്ടാൽ മതി അല്ലേ? വറക്കാൻ നേരത്തെ തൊട്ട് മുന്നേ വേറെ പരട്ടി വെക്കണതൊന്നും. കാശ്മീരി മുളക് പൊടി ഇട്ടു. കാശ്മീരി വിട്ടിട്ട് നമുക്കൊരു കളിയില്ല. കാശ്മീരി മുളക് പൊടി ഇത് പരട്ടി വെക്കാം. നേരെ വറക്കാം അല്ലേ? അപ്പൊ ചെയ്യാൻ നേരത്താണ് ഈ 2 ഐറ്റം ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിലിപ്പോൾ കോൺഫ്ലവർ വേണമെന്നൊന്നുമില്ല. മുളക് പൊടി മാത്രമായിട്ടാണെങ്കിലും ഇത്തിരി മസാലപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് വറുത്തെടുത്താലും മതി. നമ്മളിപ്പോൾ മസാല ചേർത്തിട്ടില്ല. ഇപ്പം ഇതിലൊന്നും ചേർത്തിട്ടില്ല. ഞാൻ എന്തായാലും ഇടൂല്ലോ നമ്മളതിൽ. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. രണ്ട് ട്രിപ്പായിട്ട് വറുത്തെടുക്കും. കൂട്ടിയിടണം. ഇതിനി വറുത്ത് പോരാ, അത്രേ ഉള്ളൂ. അത് ഇങ്ങനെ നന്നായി മുറുക്കി സാധാരണ ഇനി അതിൽ കിടന്ന് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിൽ വേവൊന്നുമില്ല. വേവൊക്കെ ഇതിൽ കഴിയണം. ഒരു സിനിമ കാണാനിരിക്കണ പോലെ ചേച്ചിമാര് ദേ വന്നിരിക്കുന്നുണ്ട് അവിടെ. കണ്ട ഒക്കെ കണ്ടുപഠിക്കുകയാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. എന്നിട്ട് കുടിക്കാൻ ഇട്ട വശം ഇളക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ കോട്ടിങ്ങൊക്കെ ഇങ്ങോട്ട് ഇളകിപ്പോരും. ഇവിടെ ചിക്കൻ വറക്കണയിലെ എക്സ്പേർട്ട് നമ്മുടെ സരസ്വതി ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വായോ വായോ. ഉണ്ടാവുന്നല്ലോ ചേച്ചി. മതിയാണോ? അപ്പോൾ വറുത്ത് അതിൽ ആള് ഭയങ്കര പുലിയായി. പിന്നെ കണക്കും അളവും കാര്യങ്ങളൊക്കെ സരസ്വതി ചേച്ചിക്കാണ് ശരിക്കും അറിയാം. ചൂടൊന്നുമില്ലേ? ഞങ്ങൾ രണ്ടുപേരും ചൂടിന് അങ്ങനെ വലിയ കുഴപ്പമുള്ള ആൾക്കാരല്ലേ. ഒരാർക്കും എല്ലാവർക്കും പേടിയാ. അപ്പൊ ഇതായിട്ടാ ദേ വറുത്തു കോരി. അവിടെ അകത്ത് പഠിച്ചുമ്പോ നമ്മള് ഊറ്റുകൊട്ടയിലേക്കാണ് ബാക്കിയുള്ള എണ്ണ അങ്ങനെ വാർന്നു കൊടുക്കും. അതാ ചെറുതുണ്ടാവില്ല അല്ലേ?
ചെറുതുണ്ട്, പക്ഷെ അതിനൊരു ഭംഗിയില്ല. ഒക്കെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്രങ്ങളായതുകൊണ്ടാണ് ഈ പാത്രമൊക്കെ ഇങ്ങനെ ഇരിക്കണേ. അതെ, നമ്മള് വീട്ടിലത്തെ പോലെ ആദ്യത്തെ ചീഞ്ചട്ടിയാണത്. അതെ, തുടക്കത്തിലുള്ള ആദ്യത്തെ ചീഞ്ചട്ടി. ഇങ്ങനെ കുഞ്ഞതുമെന്നാണ് പിന്നീട് ഓരോന്നോരോന്ന് കൂടി. ഈ അടുപ്പ് ആയിരത്തെ അന്നങ്ങനെ പറഞ്ഞിട്ടുള്ള പോലെ. തീ കുറവാണോ ചേച്ചിയെ? തീ കൂട്ടണ? ഒന്നൊന്ന് ആയി കഴിയുമ്പോ. ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ ചേട്ടൻ, എൻ്റെ ഒരു മോളുടെ 2 കുട്ടികൾ. ടിൻസാണ്. അല്ല, 2 മോളുണ്ട്. ഒരു മോള് ഇവര് ആദ്യം നാസ്താടത്തെ വീടിന്റെ അവിടേക്ക് കല്യാണം കഴിച്ചു. അങ്ങനെയാണ് ഞങ്ങൾക്ക് സരസ്വതി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അങ്ങനെയാണ് പരിചയം. താഴെ മോള് എൻ്റെ അടുത്ത് തന്നെ. കുഞ്ഞോളും മോള് 6 പഠിക്കുന്നു. ടിൻസ് അവര്. ഒരാള് വർത്താനം പറയില്ല, ഒരാള് വർത്താനം പറയുന്നത്. പേര് നല്ല പേരാ, രുദ്രഭദ്ര. അങ്ങനെ കുടുംബം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതും ഇട്ടത് ആയിട്ടാ ചിക്കൻ്റെ കോരിന്. അത് കൊണ്ടുള്ള കയ്യിൽ വേണം ഇത് കോരിയെടുക്കാം. ഒഴിച്ചു ഇനിയും വേണം എന്തായാലും. ഇനി അടുത്ത പരിപാടി എന്ന് പറയണത് ഈ ചിക്കൻ വറുത്ത ഓയിൽ തന്നെ എടുത്തിട്ട് നമ്മളൊരു ഉരുളിയിലേക്ക് ഒഴിക്കുകയാണ്. 3 കയ്യിൽ ഒഴിച്ചു. തീ കത്തിച്ചിട്ടില്ലല്ലോ? തീ കത്തിച്ചു അല്ലേ? അത് കൊണ്ടോക്കോ, ഞാൻ അവിടെ അത് മതി. അത് കത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കാര്യങ്ങൾ. ഇത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ. പച്ചമുളക് ഉണ്ടെന്ന് കുറച്ച് ചതച്ചതിന്റെ ബാക്കിയുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടു. ഇത് ചതക്കണത് മറ്റേ ഇടികല്ലില് അങ്ങനത്തെ ഇട്ടിട്ടാ ചതക്ക? മിക്സിയില്. അപ്പൊ ഇതുപോലെ ചതഞ്ഞ് കിട്ടുമോ? ഒന്ന് ശ്രദ്ധിച്ച് ചതച്ചാൽ കിട്ടില്ലേ? അവിടെ കസേരയിൽ ഉറക്കം തൂങ്ങിയിരുന്ന ആള് ചിക്കൻ വറുത്ത് കഴിഞ്ഞപ്പോ മണം പിടിച്ചെത്തിണ്ട്. സാധാരണ ചിക്കൻ വറുത്തിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളില്ലേ, അത് നമ്മള് ഉണ്ടാക്കേണ്ട സമയം മികലിന്റെ പകുതി വിജി അവിടെ ആ കുപ്പി തണുത്ത വെള്ളം വേണമെങ്കിൽ ആ ജ്യൂസ് വേണമെങ്കിൽ എടുത്തു കുടിക്കാം, അവർക്ക് കുടിക്കണേ കുടിക്കാം. ഇതൊന്ന് മൂത്തൂട്ടാ. അപ്പൊ എനിക്ക് മല്ലിപ്പൊടിയാണ് ആദ്യം ഇടണേ. മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി ഞാൻ എപ്പോഴും കുറവാണ് ഉപയോഗിക്കാറ്. മല്ലിപ്പൊടി ഇച്ചിരി കുറവ്. ഇത് മീറ്റ് മസാലയാണ്. ചിക്കൻ മസാല അല്ല, മീറ്റ് മസാല. ഞാൻ ചിക്കൻ ഉപയോഗിക്കുന്നില്ല, എപ്പോഴും എല്ലാത്തിലും മീറ്റ് മസാല ഉപയോഗിക്കാം. ഒരു 3 സ്പൂൺ ഇട്ട്. ഈ ഒരു കോഴിയുടെ കണക്കിനാണ് ഞാൻ എടുത്തേക്കണേ കേട്ടോ. അതൊക്കെ മീറ്റ് മസാല. അടുത്തത് കാശ്മീരി മുളക് പൊടി. അടുത്തതായിട്ട് കുരുമുളക് പൊടി. ഇതും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ഇങ്ങനെ ഇത്ര സാധനങ്ങളൊക്കെ കാണുമ്പോൾ കുറേ ഇതാന്ന് വറുത്തെടുക്കുക. പിന്നെ കോഴി സബോള വറുത്തത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ. കുറച്ച് വേപ്പില ആവശ്യം പോലെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. കൊടുത്തോ. വെൽക്കം ഡ്രിങ്ക് ഇപ്പളാ തരണേ? വന്നപ്പന്നല്ലേ തരണ്ടേ? ഇതിവിടെ ഉണ്ടാക്കാനുള്ളത് എന്തിട്ടത്തെ ഇൻഗ്രീഡിയൻസ് ഞാൻ കുടിച്ചോക്കട്ടെ. ഇഞ്ചിയും പുതിന, സാധാരണ സ്പെഷ്യൽ ഒന്നും. ജിഞ്ചർ ലൈം, മിന്റ്. ഇത് പുളിക്ക് തക്കാളി നമ്മൾ മറ്റോണം ചേർക്കണില്ല, കുറച്ച് പുളിക്ക് മാത്രമായിട്ട് ടൊമാറ്റോ സോസാണ് കുറച്ച്. അധികം വേണ്ട, ഇത്തിരി. ഇതിന് പകരം തക്കാളി പേസ്റ്റ് അടിച്ച് ചേർക്കും? ഇല്ല, ഞാൻ ചേർക്കാറില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇതായ പോലെ കുഴമ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ 2 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തു. ഇത് ചൊറുക്കാണ്.
പുളിയുടെ ഇതിന് മാത്രമാണ് കേട്ടോ അത് ചേർക്കണേ. ഇത് പ്രത്യേകത എന്ന് പറയണത് നാളികേരാണ്. നമ്മൾ തോരൻ എന്ന് പറയണത് അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ കേറ്ററിങ്ങിന്റെ പരിപാടിക്ക് ആകുമ്പോൾ ഇങ്ങനെ നേരെ ഇടല്ല ചെയ്യുക. ഒന്ന് ചീഞ്ചട്ടിയിലിട്ട് നേരത്തെ തന്നെ ചൂടാക്കി വലിച്ച് നാശാവണ്ടെന്നുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് വലിയിക്കുക. എന്നിട്ട് അതാണ് ഇടുക. ഇതിപ്പോ ഞാൻ ഇത്തിരിയേ ഉള്ളൂ, അതുകൊണ്ട് നേരെ അങ്ങനെ ഇടുന്നു. സാധാരണ തോരനിലാണല്ലോ നമ്മള് നാളികേരം ചേർക്കുക, അതുകൊണ്ടാണ് ചിക്കൻ തോരൻ എന്ന് പറയുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ്, എണ്ണ ഒഴിക്കാം, കുറച്ചും കൂടി ഓയിൽ ഒഴിക്കണം അല്ലേ? ഇത് ചൂടുവെള്ള അല്ലല്ലോ? ആ അതിൻ്റെ ആ പച്ചമണം അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സബോള വറുത്തതിടാം. അത് പറയട്ടെ. ഇതിപ്പോ ഇതുവരെ കണ്ടോടം കൊണ്ട് നമുക്ക് വളരെ ഈസി അല്ലേ? ഇതിലേക്ക് ഒരു പണി എന്ന് പറയുന്നത് ഇതാണ്. ഇതിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സബോളയാണിത്. സബോള അരിഞ്ഞിട്ട് വറുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ബിരിയാണിയിലേക്കൊക്കെ നമ്മൾ വറുത്തെടുക്കില്ല അതുപോലെ. നമ്മള് ഉള്ളി ചിക്കനിലും നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു ഈ സാധനം. അപ്പൊ ഇതിങ്ങനെ ഇതിപ്പോ എന്തോരം സബോളയുണ്ട്? ഇതിപ്പോ ഒരു 1 കിലോന്റെ 3/4 കിലോന്റെ ഒക്കെ താഴെ സാധനം ഉണ്ടാവും. ചിക്കനിലേക്ക് 3/4 കിലോ സബോള അരിഞ്ഞ് വറുത്ത് വെക്കാന്നുള്ളതാണ്. ഇത് മുഴുവൻ ചിലപ്പോ ഇതിലേക്ക് ആവശ്യം ഉണ്ടാവില്ല. ചേച്ചി ഇത് കുറച്ച് ആക്കി വെക്കും. ഇവിടെ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ വറക്കാണ്ടല്ലോ. കുറച്ചിങ്ങനെ ഒരു വറക്കുമ്പോ ഒരു കൂടുതൽ. ഇതില് എന്തോരം ചേർക്കണ്ടെന്ന് കാണിച്ചു തരാട്ടാ. മസാല ഐറ്റംസ് ഒക്കെ അതേ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതിലേക്ക് ഇതേ സബോള വറുത്തിടുന്നു. ഒരു 2-3 സബോള വറുത്തത് ഉണ്ടാവും ഇല്ലേ? 3 പിന്നെ ഇടാം. ഇതൊക്കെയാണ് ഇതിന്റെ പണിയുള്ളത്. നേരത്തെ ഉള്ളിച്ചിക്കൻ്റെ വേറൊരു വകഭേദം മാത്രം. എല്ലായ്പ്പോഴും എല്ലാം ഒരേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉള്ളിച്ചിക്കൻ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റില്ല. വറുത്ത് വെക്കാൻ പക്ഷെ ഇത് കണ്ടിട്ട് വിളിക്കണവരൊക്കെ ഉള്ളിച്ചിക്കൻ തന്നെയാ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ഓർഡറുകളായതുകൊണ്ട് ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സബോള ഓൾറെഡി വറുത്തതായതുകൊണ്ട് പിന്നെ അധിക സമയം ഇടണമെന്നില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. ആയി കഴിഞ്ഞാൽ നമ്മുടെ വറുത്ത് വെച്ചേക്കണ ചിക്കൻ ഇടാം. കഴിഞ്ഞൂന്നുള്ളൂ പരിപാടി. ഇതിലേക്ക് ഇതിങ്ങനെ ആക്കുമ്പോൾ അത് മുഴുവനായിട്ട് പിടിക്കില്ല. അപ്പൊ അതിന് ഞാൻ ഇത്തിരി വെള്ളം തിളപ്പിച്ചവിടെ ഒഴിക്കും അല്ലേ? അപ്പോഴാ ഒന്നിങ്ങനെ കോട്ട് ചെയ്തിരിക്കുള്ളൂ. ഒരു ചൂടുവെള്ളം ഒരുമാടെ പിടിച്ചോളും. പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. ഇതിലിപ്പോ എരിവ് എന്ന് പറയാനായിട്ട് കുരുമുളക് പൊടി അല്ല ഞാൻ വെക്കും. ഇതിൽ എരിവ് ഉണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അധികം ചില്ലി ഫ്ലേക്സ് അത് അവസാനം ഇടുള്ളൂ. അതില് സാധാ നമ്മള് പൊടിച്ച മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ചേർക്കുന്നു. നോക്കാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ടെന്നാ പറയണേ. അപ്പൊ എന്നാ ഇത്തിരി ഉപ്പിടാം. എങ്ങനെ പറയും വിജി? നെയ്യ്. അപ്പം അതിട്ടു. ഇത് പെരിഞ്ചീരകവും ഉണക്കമുളകും കൂടി പൊടിച്ച് വെച്ചേക്കണതാണ്. ഗരം മസാല ഇട്ടാലും വീണ്ടും പെരിഞ്ചീരകം മാത്രം. പെരിഞ്ചീരകവും ഉണക്കമുളക്. അപ്പൊ ഈ സാധനത്തിന്റെ ഓർഡർ വരുമ്പോ ഇടാൻ വേണ്ടിട്ട് ഇത് അപ്പന്നെ പൊടിക്കുള്ളൂ. അതെ, പൊടിച്ചു വെക്കലൊന്നുമില്ല. പൊടിച്ചു വെക്കുമ്പോ മണം പോവും. ശരി കൊണ്ടുവന്നോ.
പിന്നെ വേപ്പില ഇടുന്നു. തീ കെടുത്തിട്ടില്ലല്ലോ? ഇല്ല തീ കെടുത്തിട്ടില്ല. അതില് സ്പൂണുണ്ടോ? അതെ. അവർക്ക് അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ടൊന്നും പരസ്യം പ്രൊമോഷൻ ചെയ്ത് കൊടുക്കില്ല. നെയ്യിന്റെ പേര് നമുക്ക് ബ്ലറാക്കാം. നെയ്യിന്റെ കുപ്പി കാണിക്കണ്ട. വേപ്പില ഇട്ടു. ഇടണത് കാണിച്ചാൽ മതി. ഇനി സീക്രട്ട് ഇൻഗ്രീഡിയന്റ് 1 സ്പൂൺ നെയ്യ്. അതില് മറ്റേ വലുതിലാണെങ്കിൽ നമ്മളത് ഇടൂല്ലേ? ചിക്കൻ തോരൻ. അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ തോരൻ തയ്യാർ അല്ലേ? അവരിടയ്ക്ക് വരുന്നിട്ട് ടേസ്റ്റ് നോക്കാൻ, ഉപ്പ് നോക്കാൻ, എരിവ് നോക്കാനൊക്കെ അവരാണ്. അവര് നോക്കിട്ട് ഓക്കെ പറഞ്ഞാൽ അല്ലി ചേച്ചിക്ക് സമാധാനം. കറക്റ്റാ. അതങ്ങനെ തന്നെയാ. അതിപ്പോ എനിക്കൊരു കുറവ് തോന്നി കഴിഞ്ഞാൽ ഞാൻ അവരോട് ചോദിക്കും ഇതിലെന്താ, അങ്ങനെ ചോദിക്കില്ല, ഇതിലെന്താ വേണ്ടേന്ന് നോക്കാൻ പറയും. അപ്പൊ ചിലപ്പോ ഒരാൾ പറയും ഉപ്പാണ്, ചിലപ്പോ ഒരാൾ പറയും എരിവ് വേണം. അപ്പൊ ഇത് 2-3 പേര് ഒരു സാധനം പറയുകയാണെങ്കിൽ എന്തായാലും ആ സാധനം അതിൽ കുറവുണ്ടാവും. അപ്പൊ അത് നമ്മളിടും. ഇത്രയേ ഉള്ളൂ എന്റെ പരിപാടിക്ക്. അതൊരു പാത്രത്തിലേക്ക്. ഇത് കാണുമ്പോ നമുക്ക് കുറെ ഇൻഗ്രീഡിയൻസിന്റെ ബുദ്ധിമുട്ട് തോന്നിട്ടാ, പക്ഷെ എളുപ്പാ. ആ സബോള വറക്കല് മാത്രമേ പണിയുള്ളൂ. വെള്ള പ്ലേറ്റ് ആക്കി. അപ്പൊ പരിപാടിക്ക് കഴിഞ്ഞു, സ്റ്റവ് ഓഫ് ആക്കി. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടോ? കാണാൻ നോക്കിയാൽ ഭയങ്കര ഭംഗിയാ. ടേസ്റ്റും സൂപ്പറാണെന്നാണ് അല്ലി ചേച്ചി പറയണത്. ഇതിപ്പോ നമുക്ക് ഉണ്ടാക്കുന്ന വിധം കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും ഇത് നല്ല ടേസ്റ്റ് ആണെന്ന്. ഒന്നുമില്ല, നിങ്ങൾ തന്നോ, നിങ്ങളുടെ ടേസ്റ്റ് നിങ്ങളാണല്ലോ പറയണ്ടേ, ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല കഷ്ണം നോക്കി കൊടുക്കട്ടെ ജോന. ചേട്ടാ ടേസ്റ്റ് ചെയ്യാൻ വാ. ചേട്ടാ ടേസ്റ്റ് ചെയ്യാറായി. പരിപാടി കഴിഞ്ഞു. സോ സിമ്പിൾ. കണ്ട പെട്ടെന്ന് കഴിഞ്ഞു പരിപാടി. ചേട്ടൻ കോഴി വറുത്ത് വെച്ച സ്ഥലത്തൊക്കെ ഇവിടെ ചുറ്റിപ്പറ്റി നിന്ന് നോക്കി, പക്ഷെ അല്ലി ചേച്ചി കൊടുത്തില്ല. അപ്പൊ ആൾ അങ്ങട് തന്നെ പോയി. നമ്മുടെ വീട്ടിലായിരുന്നു വെച്ചാൽ പകുതി കഴിഞ്ഞാണ്. കമന്റ് വരും. എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ. നമ്മളിപ്പോ വീട്ടിലാവുമ്പോ നമ്മളിങ്ങനെ പറക്കി തന്നും. അത് ചേട്ടൻ പറയും ഇനി ഇതിനെ വേറെ ഇതൊന്നും കാണിച്ച് എന്തിനാ നശിപ്പിക്കണം, ഇത് ഇങ്ങനെ തന്നെ തിന്നാണ് ടേസ്റ്റ് എന്ന് പറയും. ഇപ്പൊ എല്ലാം ഉണ്ടെന്നാണ് അവര് നോക്കിട്ട് പറഞ്ഞത്. ഇത് ഉള്ളി ചിക്കൻ അല്ല, തോരൻ. ഉള്ളി ചേർത്തിട്ടുണ്ട്. ചിക്കൻ തോരനാണ്. ചൂടറട്ടെ. ഇപ്പൊ ചൂടോടുകൂടി കഴിക്കാത്ത ആള്. ഇല്ലില്ല, ചേട്ടൻ കഴിച്ചു നോക്ക്. എന്റെ മസാല എങ്ങനെയുണ്ട്? മസാല അടിപൊളിയല്ലേ? ഉപ്പൊക്കെ പാകത്തിനാണ്. ചേട്ടൻ പറയണത് കേൾക്കാൻ വേണ്ടിട്ട്. ഞാൻ അവരോട് ചോദിച്ചു നൂഡിൽസിൽ ഉപ്പ് കൂടുതലുണ്ടോ? ഉപ്പ് കൂടുതലില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയില്ല. ഇതിലല്ല, അതില് നൂഡിൽസിൽ ഇതിൽ ഉപ്പ് കൂടുതലില്ല. നല്ല രസമുണ്ട്. വാക്കുകൾ കിട്ടുന്നില്ല. വാക്കുകൾക്ക് വേണ്ടി പരതുകയാണ് ചേട്ടൻ. ഭയങ്കര മുറുക്കുള്ള സാധനമല്ല. അതാണ് പറഞ്ഞത്, സൺഫ്ലവർ ഓയിൽ ചെയ്യണതിന്റെ കാരണം അതാണ്. വെളിച്ചെണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഭയങ്കര ഹാർഡാവും. ഇതിനിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോ കുഴപ്പമില്ല. നമ്മളിപ്പോ കൂടുതലായിട്ട് ചെയ്യുമ്പോ ഒരു പണിയല്ലല്ലോ നടക്കണേ. സരിസേച്ചി കോഴി വറക്കണ്ടെങ്കിലും അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടാവും. അപ്പൊ അത് ഇട്ടൊന്നൊരു കണ്ണൊന്ന് അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ മുറുക്കം കൂടും. പിന്നെ ഇത് ഈ വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ട് കുറെ സമയം ഇങ്ങനെ വെച്ചേക്കണ കാരണം അതിന്റെ ഒരു നമ്മളെ മീനൊക്കെ വറുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കില്ലേ, വലിയ കനം കൂടി നല്ല മീൻ ദശയുള്ള മീനൊക്കെ വറുത്തിട്ടല്ല വെറുതെ തൊള വേണ്ട. ഇവന്റെ കൈ പൊള്ളിട്ടാ. ചൂടൊന്നുമില്ല. സമാധാനായിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് വേണ്ട. ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം. വെള്ളടിക്കാർക്ക് പറ്റിയതാ. ശശോ 2 ഐറ്റം വെള്ളടിക്കാർക്കുള്ളതാണ്. ഈ ഉള്ളി ചിക്കനേക്കാളും ടേസ്റ്റ് ഇത് തോന്നുന്നു. ഉള്ളി ചിക്കനേക്കാൾ ടേസ്റ്റ് ഉണ്ടോ? കാരണം അതിലാകെ 2-3 ഇൻഗ്രീഡിയൻസ് എല്ലാ സാധനവും ഉണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ് സാധനം. മിനിച്ചുണ്ട്. ചൂടാ കാണുമ്പോ എരിവ് ഭയങ്കരമായിട്ട് തോന്നിക്കും.
അതില്ല സാധാരണ പോലെ കാശ്മീരി മുളക് പൊടി ഈ ഒരു എരിവില നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര എരിവാക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ബീഫൊക്കെ ഉണ്ടെങ്കിൽ ബീഫിന് എരിവുണ്ടാവും, ഇതിന് എരിവുണ്ടാവും, എല്ലാം കൂടി ഇങ്ങനെ വലിച്ചിട്ട് ഇരിക്കേണ്ടി വരും. ഫുൾ സോഫ്റ്റ് ആണ്. ഞാൻ നാളികേരം കടിക്കണ്ടോ നോക്കാം. ഒരുപാട് നാളികേരം ഇടുന്നില്ലല്ലോ, നമ്മൾ കുറച്ചല്ലേ ഇടുന്നുള്ളൂ. നാളികേരം ഈ ഗ്രേവിയിലാണ് വരിക. എന്നാലും കുറേ ഇടില്ല, കുറച്ചല്ലേ ഇടുള്ളൂ. അങ്ങനെ താർത്തു സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ട്ടാ. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഉള്ളി ചിക്കനെ വിജയിപ്പിച്ച പോലെ അതെ ഇതും ഈ ചിക്കൻ തോരനെയും വിജയിപ്പിക്കാൻ വേണ്ടി എന്താ പറയാ അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ? സൂപ്പർ സാധനം.